ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടോപ്പ് 10 എസ് യു വിസിൻ്റെ സബ് 4 മീറ്റർ എസ് യു വിസിനൊക്കെ ശേഷം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അബവ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന എസ് യു വിസിൻ്റെ കഴിഞ്ഞ മാസത്തെ സെയിൽസ് ആണ്. അതായത് 4.2 മുതൽ 4.4 മീറ്റേഴ്സ് വരെ ലെങ്ത് ഉള്ള വാഹനങ്ങളുടെ സെയിൽസ്. ഇതിൽ തന്നെ നമ്മുടെ 15th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സിട്രോൻ്റെ C3 എയർക്രോസ് ആണ്. കഴിഞ്ഞ മാസം വളരെ പുവർ പെർഫോമൻസ് ആയിരുന്നു. ജസ്റ്റ് 59 വണ്ടികളുടെ സെയിൽ മാത്രമേ തന്നെ കിട്ടിയിട്ടുള്ളൂ. നമ്മളിനി മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ മുന്നത്തെ മാസം ഓഗസ്റ്റിൽ 45 വാഹനങ്ങൾ സെയിലായിരുന്നതിന് കിട്ടിയത്. 14 വാഹനങ്ങളുടെ വ്യത്യാസം 31.11% ഗ്രോത്ത് റേറ്റും ഉണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. പക്ഷേ അത് ഈ പറയുന്ന ഒരു ലോ വോളിയം സെയിൽസ് ആയതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഗ്രോത്ത് റേറ്റ് ഒന്നും വരേണ്ട കാര്യമില്ലായിരുന്നു. പൊതുവെ എപ്പോഴും ഇത് അല്ലെങ്കിൽ ബസാൾട്ടാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് വരാറുള്ളത്. ഇപ്രാവശ്യം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എയർക്രോസിൻ്റെ കാര്യത്തിലാണ് വ്യത്യാസമില്ലാത്തത്. അടുത്ത മാസത്തെ സെയിൽസ് കണക്ക് വരുമ്പോഴേക്കും എയർക്രോസ് എക്സിൻ്റേതായിട്ടുള്ള സെയിൽ ആടാകുമ്പോൾ കൂടുമായിരിക്കും. ഇനി നമ്മുടെ അടുത്ത 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം MGയുടെ ആസ്ട്ര ആണ്. ഇതിന് കഴിഞ്ഞ മാസം 90 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 2025 ഓഗസ്റ്റ്, അതായത് കഴിഞ്ഞ മുന്നത്തെ മാസം 179 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 89 വാഹനങ്ങളുടെ വ്യത്യാസവും 49.72% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അത്യാവശ്യം ഹൈ ഡീഗ്രോത്ത് റേറ്റ് തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സെയിൽ പിന്നെ മിക്ക മാസങ്ങളിൽ ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാനും പറ്റുന്നത്. കാരണം മാർക്കറ്റ് അനുസരിച്ച് അവരങ്ങനെ ഈ വാഹനത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഫേസ് ലിഫ്റ്റ് വന്നിട്ടില്ല. 2021 ഇറങ്ങിയതാണ്. പ്രത്യേകിച്ചൊരു അപ്ഡേറ്റോ മാറ്റങ്ങളോ ഒന്നും തന്നെ വരാത്തതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ സെയിലും പതുക്കെ അല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XUV 400 ആണ്. ഇതും കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും ഇല്ലാതെ കിടക്കായിരുന്നു. കഴിഞ്ഞ മാസം 149 വാഹനങ്ങൾ സെയിൽ ഏതായാലും കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ 66 വാഹനങ്ങൾ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 83 വാഹനങ്ങളുടെ വ്യത്യാസവും 125.76% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇതാണ്. പക്ഷേ ഇതിനിപ്പോൾ സത്യം പറഞ്ഞാൽ വാങ്ങുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഫ്രണ്ട് ഡിസൈൻ 3X ഇറങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടും ഇവരിതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അത് തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. മിക്കവാറും ഇപ്പോൾ 3XEV ഇറക്കുമ്പോഴേക്കും അവർ ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ നിർത്തുമായിരിക്കും. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ 3Xയുടെ ഫേസ് വെച്ച് വണ്ടി ഇറക്കണം, ഫ്രണ്ടിലത്തെ ഡിസൈൻ. ഇനി നമ്മുടെ അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന സിട്രോൻ്റെ ബസാൾട്ട് X ആണ്. ഇതിൻ്റെ X ഇറക്കിയ പിന്നെ എന്തായാലും സെയിൽ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 210 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റിൽ വെറും 7 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ റീസൺ അവർ കഴിഞ്ഞ മാസം X ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ നിർത്തിയതായിരിക്കണം. എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് 203 വാഹനങ്ങളുടെ വ്യത്യാസം 2900% ഗ്രോത്ത് റേറ്റിംഗ് കാണാം. ഇത്രയും ഗ്രോത്ത് പെർസെൻറ്റേജ് ഒന്നും ഈ ലിസ്റ്റിലൊരു വണ്ടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഏറ്റവും ഗ്രോത്ത് ഉള്ള വണ്ടി തന്നെയാണ്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത്രയും ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടും പെട്ടെന്ന് ഇത്രയും സെയിൽ കയറിയതുകൊണ്ടാണ് ഇങ്ങനൊരു ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നല്ല, ഒരിക്കലും വരില്ലായിരുന്നു. നമ്മുടെ ഇനി അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം MGയുടെ ZSEV ആണ്. ആസ്റ്ററിന് സെയിൽ വളരെ കുറവാണെങ്കിലും ZSEV അതിന് അത്യാവശ്യം കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിക്കും ഈ ആസ്റ്ററിൽ വന്ന സമയത്ത് കിട്ടിയ അപ്ഡേറ്റ്സ് അല്ലാതെ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഇതിൻ്റെ പ്രൈസ് ഇറക്കി വെച്ചൊന്ന് കുറഞ്ഞായിരുന്നു. അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ മാസം 250 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ഓഗസ്റ്റിൽ 380 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 130 വാഹനങ്ങളുടെ വ്യത്യാസവും 34.21% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇത് തന്നെയാണ്. അതായത് ആസ്റ്ററിൻ്റെ തൊട്ട് താഴെയായിട്ട് ZSEV ഉണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഇവരിതിൻ്റെ ഒരു പുതിയ ജനറേഷൻ മോഡൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോൾ ഏകദേശം സോർട്ട് ഔട്ട് ആവും. ഇനി നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം സ്കോഡയുടെ കുഷാക്ക് ആണ്. ഈ വണ്ടിയുടെയും ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ ഇപ്പം കുറച്ച് കാലമായിട്ട് കണ്ടിന്യൂസ് ടെസ്റ്റിങ്ങിലാണ്. അധികം വൈകാതെ ലോഞ്ച് ആവും എന്നാണ് പറയുന്നത്. മാത്രമല്ല ടൈഗോണ്ട് വരുന്നുണ്ട്. കഴിഞ്ഞ മാസം ഏതായാലും കുഷാക്കിന് 769 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റ് മാസത്തിൽ 789 വാഹനങ്ങളുടെ സെയിലായിരുന്നു. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. 20 വാഹനങ്ങളുടെ വ്യത്യാസവും 2.53% ഡീഗ്രോത്ത് റേറ്റും. ഇവന്തോ ചെറിയൊരു ഡീഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും വളരെ സിമിലർ ആയിട്ടുള്ള സെയിൽ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് നെഗ്ലക്ട് ചെയ്യാമെന്ന് പറയും. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കുഷാക്കാണ്. പിന്നെ കൈലാക്ക് വന്നതും ഇതിൻ്റെ സെയിൽസിനെ കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാത്രമല്ല ടൈഗോണിൻ്റെ സെയിൽസിനെയും കൈലാക്കിൻ്റെ സെയിൽസ് കുറച്ച് ബാധിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്തൊക്കെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൈലാക്കിലുണ്ട്. ആകെ ഒരു ഇത്തിരി സ്പേസിൻ്റെ വ്യത്യാസമുള്ളൂ. ഫീച്ചേഴ്സൊക്കെ സെയിം ആണ്. നമ്മുടെ പവർ ട്രെയിൻ ഓപ്ഷൻസ് 1.5 TSI ഒഴികെ ബാക്കിയെല്ലാം സെയിം ആണ്. അങ്ങനെയൊക്കെ ആയിട്ട് ഏതായാലും 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൈഗോൺ ആണ്. കഴിഞ്ഞ മാസം 1114 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ഓഗസ്റ്റിൽ 1001 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 113 വാഹനങ്ങളുടെ വ്യത്യാസവും 11.29% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആണ്. കുഷാക്ക് വെച്ച് നോക്കുമ്പം ഇതിന് കമ്പാരിറ്റീവ്ലി ഇത്തിരി സെയിൽ കൂടുതലുണ്ട് എന്ന് മാത്രം. പക്ഷേ അതിനിപ്പം മിക്കവാറും ഫോക്സ്വാഗൻ്റെ സബ് 4 മീറ്റർ SUV അടുത്ത വർഷം വരുമ്പോഴേക്കും ഒരു തീരുമാനം ആവുമായിരിക്കും. നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ കർവാണ്. ഈ വണ്ടി അഗൈൻ എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ടൊരു 100-200 വണ്ടികളുടെ സെയിൽസ് ഡ്രോപ്പ് വരും നമുക്ക് കാണാം. കഴിഞ്ഞ മാസം 1566 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റ് മാസത്തിൽ 1703 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. അതിന് മുന്നത്തെ മാസം 2000-നടുത്ത് സെയിൽ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ മുന്നത്തെ മാസം 2500-നടുത്ത് സെയിൽ ഉണ്ടായിരുന്നതാണ്. തുടങ്ങിയ സമയത്ത് 5000-നടുത്താണ് തുടങ്ങിയത്. അതാണ് ഇപ്പോൾ ഈ 1500-ൻ്റെ ആ റേഞ്ചിലേക്ക് എത്തിയത്. ഏതായാലും കഴിഞ്ഞ മാസം മുന്നത്തെ മാസം കമ്പയർ ചെയ്യുമ്പോൾ 137 വാഹനങ്ങളുടെ വ്യത്യാസവും 8.04% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഭയങ്കര വലിയ ഡീഗ്രോത്ത്
റേറ്റ് ഒന്നും അല്ല, പക്ഷേ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ കുറയാന്ന് പറയുമ്പോൾ അത് മോശം തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ B6 ആണ്. ഇതിന് കഴിഞ്ഞ മാസം 1701 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റ് മാസത്തിൽ 1551 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 150 വാഹനങ്ങളുടെ വ്യത്യാസവും 9.67% ഗ്രോത്ത് റേറ്റും തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ സെയിൽസിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡിമാൻഡാണ് ഇതിനും വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹോണ്ടയുടെ എലവേറ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 2299 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റ് മാസത്തിൽ 1660 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 539 വാഹനങ്ങളുടെ വ്യത്യാസവും 32.47% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം എലവേറ്റ് ആണ് എന്ന് പറയാം. പക്ഷേ സ്റ്റിൽ ഈ വാഹനത്തിന് കുറച്ചുകൂടെ ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് ഇറക്കിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഒരു 5000 യൂണിറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് ഈ വാഹനം ഒരു മാസം ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോണ്ട കൊണ്ട് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൊടുത്ത് ഇറക്കത്തില്ല എന്നുള്ളത് അറിയില്ല. ബാക്കി എല്ലാം കൊണ്ടും നോക്കിയാൽ ഈ വണ്ടി നല്ലതാണ്. ടർബോ പെട്രോളും ഹൈബ്രിഡും ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന കാര്യമുള്ളൂ. കൊടുക്കുമായിരിക്കും, കൊടുത്താൽ കൊള്ളായിരുന്നു. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ പുതിയ മാരുതി സുസുക്കിയുടെ വിക്ടോറസ് ആണ്. ഈ ലിസ്റ്റിലുള്ളതിൽ ഏറ്റവും പുതിയ വണ്ടി ഇതാണ്. കഴിഞ്ഞ മാസം 4261 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. ഇതിപ്പോൾ സെയിൽ എന്നുള്ളതിനുപരി സത്യം പറഞ്ഞ ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റാണ് നമ്മൾ ഈ പറയുന്നതല്ല. അതുകൊണ്ട് കഴിഞ്ഞ മാസം ഇവർ ജസ്റ്റ് ഈ വണ്ടിയുടെ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തോളൂ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റ് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് 25,000 ബുക്കിംഗ് ഒക്കെയാണ് ഈ വണ്ടിക്ക് വന്നത്. നമ്മളിപ്പോൾ മഹീന്ദ്രയുടെ ഒക്കെ ടേംസിൽ നോക്കുകയാണെങ്കിൽ അത് കുറവായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ മാരുതി സുസുക്കിയുടെ ടേംസിൽ നല്ലതാണ്. കാരണം ഇത് ഭയങ്കര ഹൈപ്പ് വന്നിട്ട് ആൾക്കാർ ഉടനെ വണ്ടി മറ്റേ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇരുന്ന് പ്രീ ബുക്ക് ചെയ്തതല്ല, അല്ലാതെ ഷോറൂമിൽ പോയി വണ്ടി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് വരും കാലങ്ങളിൽ ഇതിൻ്റെ സെയിൽ 10,000-ന് മുകളിൽ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഏതായാലും കഴിഞ്ഞ മാസം ഇതിനേക്കാൾ കൂടുതൽ സെയിൽ ഗ്രാൻറ്റാരിക്ക് കിട്ടിയിട്ടുണ്ട്. 4th പൊസിഷനാണ് നിൽക്കുന്നത്. ആൻഡ് 5698 വാഹനങ്ങളുടെ സെയിലാണ് ഗ്രാൻറ്റാരിക്ക് വന്നത്. ഓഗസ്റ്റ് മാസത്തിൽ 5743 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 45 വാഹനങ്ങളുടെ വ്യത്യാസം 0.78% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് അഗൈൻ ഈ വാഹനത്തിലുള്ളത്. പക്ഷേ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ടൊയോട്ട ഹൈറൈഡറിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ഗ്രാൻഡ് ടാരയുടെ പ്രൊഡക്ഷൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഹൈറൈഡറിന് പെൻഡിങ് ഒരുപാട് ഓർഡേഴ്സ് കൊടുത്ത് തീർക്കാനുണ്ടായിരുന്നു. ഡെലിവറി ആണെങ്കിലും അതായത് വെയിറ്റിംഗ് പീരീഡ് കുറച്ച് കൂടി വരുമായിരുന്നു. അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇപ്പം ഗ്രാൻഡ് ടാരയുടെ പ്രൊഡക്ഷൻ കുറവും ഹൈറൈഡറിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലും. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ സെൽട്ടോസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 5816 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റ് മാസത്തിൽ 4687 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 1129 വാഹനങ്ങളുടെ വ്യത്യാസവും 24.09% ഗ്രോത്ത് റേറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സെയിലാണ്. അതുപോലെ നമ്മൾ ഹൈറൈഡറിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ മാസം 7608 വാഹനങ്ങൾ സെയിലാണ് വന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഈവൻ 9100 വാഹനങ്ങൾ സെയിൽ കിട്ടിയെങ്കിൽ പോലും 1592 വാഹനങ്ങളുടെ വ്യത്യാസം 16.4% ഡീഗ്രോത്ത് ഉണ്ട് എങ്കിൽ പോലും ഗ്രാൻഡ് വിറ്റാര അതുപോലെ ബാക്കി വാഹനങ്ങളെക്കാളൊക്കെ കമ്പാരിറ്റീവ്ലി കൂടുതൽ സെയിൽ ഇതിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് 2nd പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം വലിയ കുഴപ്പമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമ്പർ 1 പൊസിഷൻ ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ക്രെറ്റ തന്നെയാണ്. 18,861 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ഓഗസ്റ്റിൽ 15,924 വാഹനങ്ങളുടെ സെയിലും കിട്ടിയായിരുന്നു. 2,937 വാഹനങ്ങളുടെ വ്യത്യാസവും 18.44% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ആൻഡ് ഇപ്പം നമ്മുടെ ബാക്കിയുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും ഈ 5 ഡിജിറ്റ് സെയിൽസിലേക്ക് എത്തിയിട്ടില്ല, എല്ലാം 4 ഡിജിറ്റ് ആണ്. ക്രെറ്റയാണ് കഴിഞ്ഞ മാസം 5 ഡിജിറ്റ് സെയിൽസിൽ നിൽക്കുന്നത്. പക്ഷേ സാധാരണ ഇതിൽ എത്താറുള്ളതായിരുന്നു. 15,000 വരെയൊക്കെ ഗ്രാൻറ്റാരിക്ക് സെയിൽസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ അതൊക്കെ പോയി. ക്രെറ്റ തന്നെയാണ് നമ്പർ 1. സോ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ അബവ് 4 മീറ്റർ SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സായി ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.